അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു തആലയുടെ വചനം, അല്ലാഹു ഇബ്രാഹിമിനെ എടുത്തു അല്ലെങ്കിൽ സ്വീകരിച്ചു അൽ ഖലീൽ ആയിട്ട്, അതായത് വളരെ അടുത്ത കൂട്ടുകാരൻ. 4-ാമത്തെ സൂറത്ത് 125-ാമത്തെ ആയത്ത്. അവൻ്റെ വചനം, തീർച്ചയായും ഇബ്രാഹിം സ്വയം ഒരു സമുദായം ആയിരുന്നു. കാന ഉമ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വന്തം ഒരു മനുഷ്യൻ തന്നെ ഒരു സമുദായത്തിന് തുല്യമായ സൽപ്രവർത്തികൾ ചെയ്തിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു റഫാനാഹു മകാനൻ അലിയ്യ എന്ന. ആ സമയത്ത് നമ്മൾ കഥ, അതായത് ഇസ്രായേലിയാത്തായിട്ട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ നന്മ എന്ന് പറയുന്നത് ആ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരുടെയും, അന്ന് ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരുടെയും നന്മകൾക്ക് തുല്യമായിരുന്നു. അപ്പം നബിമാരൊക്കെ എന്ന് പറയുമ്പോൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമുക്കറിയില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം അലൈഹിസ്സലാം തന്നെ ഒരു സമുദായമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമുദായം 1000 അല്ലെങ്കിൽ 10,000 ലക്ഷമോ ഉള്ള ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ചെയ്യുന്നതിൻ്റെ അത്രയും തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ നേതാവായിരുന്നു, സർവ്വ ഗുണങ്ങളും ഉള്ള ഒരു മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ ഒരു സമുദായം തന്നെയായിരുന്നു സ്വയം. അദ്ദേഹം അള്ളാഹുവിനോട് ഭയങ്കര അനുസരണ ഉള്ളവൻ അല്ലെങ്കിൽ വിധേയത്വം ഉള്ളവൻ ആയിരുന്നു. ഹനീഫ ആയിരുന്നു. ഹുനഫ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഒഴികെ വേറെ ആരെയും ആരാധിക്കാത്ത ആളെയാണ് ഹുനഫ അല്ലെങ്കിൽ ഹനീഫ എന്ന് പറയുന്നത്. 16-ാമത്തെ സൂറത്ത് 120-ാമത്തെ ആയത്ത്. അവൻ്റെ വചനം, തീർച്ചയായും ഇബ്രാഹിം അവ്വാഹ് ആയിരുന്നു. അതായത് ഭയങ്കരമായ വിനീതത്വത്തോടു കൂടി, അതല്ലെങ്കിൽ വിധേയത്വത്തോടു കൂടി, നാണത്തോടു കൂടി, അല്ലെങ്കിൽ നമ്മളൊന്നും അല്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു, അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ടായിരുന്നു, അള്ളാഹുവിനെ എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര ക്ഷമയുള്ള ആളായിരുന്നു. 9-ാമത്തെ സൂറത്ത് 114-ാമത്തെ ആയത്ത്. അവ്വാഹ് എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഈ വിശദീകരിച്ചത്. അതായത് അള്ളാഹുവിലേക്ക് എപ്പോഴും തിരിച്ച് പോകുന്ന അല്ലെങ്കിൽ മടങ്ങുന്ന ആൾ, എപ്പോഴും അള്ളാഹുവിനെ ഓർക്കും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തു ഒന്ന് വിട്ടുപോയി അപ്പോൾ തന്നെ അല്ലാഹു അക്ബർ അലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അങ്ങനെ എപ്പോഴും അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളായിരുന്നു ഇബ്രാഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിക്കപ്പോഴും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പേര് പറയുമ്പോഴും ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ പേര് പറയുമ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നായിരുന്നു പറഞ്ഞിരുന്നത്, അലൈഹി ഇസ്ലാം എന്നല്ല. ഖൗലില്ലാഹി തആല വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല, അൻ-നിസാ 125. വഖൗലിഹി ഇന്ന ഇബ്രാഹീമ അൻ-നഹ്ൽ 120. വഖൗലിഹി ഇന്ന ഇബ്രാഹീമ ലഅവ്വാ, അത്തൗബ 114. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, നിങ്ങളെ എല്ലാവരെയും ഖിയാമത്ത് നാളിൽ വിധി ദിവസം മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. അപ്പോൾ നിങ്ങൾ നഗ്നപാതരായിരിക്കും, ചെരുപ്പിട്ടുണ്ടാവില്ല, നഗ്നരായിരിക്കും, ചേലാകർമ്മം ചെയ്യാത്തവരായിരിക്കും, അത് സുന്നത്ത് കല്യാണം ചെയ്യാത്തവരായിരിക്കും. എന്നിട്ട് അദ്ദേഹം ഓതി, അങ്ങനെ നാം ആദ്യമായി സൃഷ്ടിപ്പ് ആരംഭിച്ചു, നാം അത് ആവർത്തിക്കും. ഇത് നമ്മുടെ മേൽ നിർബന്ധമായ അല്ലെങ്കിൽ വാക്ക് പറഞ്ഞാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വത്തിലുള്ള ഒരു കാര്യമാകുന്നു. തീർച്ചയായും നാം അത് ചെയ്തിരിക്കും. 21-ാമത്തെ സൂറത്ത് 104-ാമത്തെ ആയത്ത്. അദ്ദേഹം കൂട്ടിച്ചേർത്തു, ആദ്യമായി തുണി ഉടുപ്പിക്കപ്പെടുന്നത് ഖിയാമത്ത് നാളിൽ ഇബ്രാഹിം ആയിരിക്കും. അതായത് പല നബിമാർക്കും പല സ്ഥാനമാനങ്ങളാണ്. നമുക്കറിയാം, പൊതുവെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും വലിയ മനുഷ്യൻ എന്ന് പറയുന്നത്. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ മറ്റ് നബിമാർക്ക് മുൻതൂക്കം പല കാര്യങ്ങളിലും കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിലും അല്ല, വളരെ അപൂർവം കാര്യങ്ങളിൽ. ഒന്ന്, മൂസ അലൈഹിസ്സലാം ലോകാവസാനത്തിൽ കുഴൽ വിളിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ആദ്യം എഴുന്നേക്കുന്നത് ഖബറിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം മൂസ അലൈഹിസ്സലാം സിംഹാസനത്തിൻ്റെ ഒരു കാലിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് കാണും. അപ്പോൾ അതായത് ഒന്നുകിൽ ലോകാവസാനത്തിൻ്റെ അസായിഖ എന്ന് പറയുന്ന ആ കുഴൽ വിളി, അല്ലെങ്കിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന ഒരു കുഴലിൽ ഊതുമ്പോൾ എല്ലാം അവസാനിക്കുകയും, അതിനു മുമ്പ് ഒരെണ്ണം കൂടി ഉണ്ടെന്ന് അഭിപ്രായമുണ്ട്, അതായത് ഭയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തേതാണ് ലോകാവസാനമെന്നും, മൂന്നാമത്തേത് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പ്, എല്ലാത്തിനെയും കൂടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ആരും തുണി എടുക്കാതെ നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു, ആദ്യമായി തുണി എടുക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അങ്ങനെ പല കാര്യങ്ങളിലും ചില നബിമാർക്ക് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് രണ്ടാമത് തുണി ഉടുപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു, എൻ്റെ സഹാബാക്കളിൽ നിന്ന് കുറച്ച് പേരെ ഇടതുവശത്തേക്ക് കൊണ്ടുപോകും, അപ്പം ഞാൻ അവിടെ നിന്ന് വിളിച്ചു പറയും, അയ്യോ എൻ്റെ സഹാബികൾ, എൻ്റെ ആളുകൾ. അപ്പോൾ അവിടെ പറയപ്പെടും, അവർ
ഇസ്ലാമിനെ പിന്നോട്ട് എറിഞ്ഞ് അല്ലെങ്കിൽ ഇസ്ലാമിനെ ഉപേക്ഷിച്ച് പോയവരാകുന്നു നീ അവരെ വിട്ട് പോന്നതിന് ശേഷം. അപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ ഭയഭക്തിയുള്ള അടിമ പറയുന്നത് പോലെ പറയും, അതായത് ഈസ അലൈഹി ഇസ്ലാം പറയുന്നത് പോലെ പറയും, ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു ഞാൻ അവർക്കിടയിൽ ജീവിച്ചപ്പോൾ. ആയത്ത് അങ്ങനെ തുടരുന്നു, നീ എല്ലാം അറിയുന്നവനാകുന്നു. 5-ാമത്തെ സൂറത്ത് 117-118 ആയത്തുകൾ 3447 ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. عن ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم قال إنكم تحشرون حفاة عراة غرلا ثم قرأ كما بدأنا أول خلق نعيده وعدا علينا إنا كنا فاعلين. الأنبياء 104. وأول من يكسى يوم القيامة إبراهيم وإن أناسا من أصحابي يؤخذ بهم ذات الشمال فأقول أصحابي أصحابي فيقال إنهم لن يزالوا مرتدين على عقابهم منذ فرقتهم فأقول كما قال العبد الصالح وكنت عليهم شهيدا ما دمت فيهم إلى قوله الحكيم. അൽ-മാഇദ 117-118. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഖിയാമത്ത് നാളിൽ ഇബ്രാഹീം അദ്ദേഹത്തിൻ്റെ പിതാവ് ആസറിനെ കണ്ടുമുട്ടും. അപ്പോൾ അയാളുടെ മുഖം ഇരുണ്ടതും പൊടി പിടിച്ചതും ആയിരിക്കും, അതായത് മണ്ണൊക്കെ ആയത്. പ്രവാചകനായ ഇബ്രാഹീം അയാളോട് പറയും, നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ അനുസരിക്കാതിരിക്കരുതെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പറയും, ഇന്ന് ഞാൻ നിന്നെ അനുസരിക്കാതിരിക്കില്ല, നിന്നെ ഞാൻ തീർച്ചയായും അനുസരിക്കും. അപ്പോൾ ഇബ്രാഹീം പറയും, എൻ്റെ റബ്ബേ, നീ എനിക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ടായിരുന്നു, ഖിയാമത്ത് നാളിൽ നീ എന്നെ നാണം കെടുത്തില്ല എന്ന്. അതായത് എൻ്റെ വാപ്പ നരകത്തിൽ പോയി കഴിഞ്ഞാൽ അതിലും വലിയൊരു നാണക്കേട് എനിക്കില്ലല്ലോ, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്നെ നീ നാണം കെടുത്തരുതേ. എൻ്റെ പിതാവിനെ ശപിക്കുകയും അനാദരവ് കാണിക്കുകയും ചെയ്യുന്നതിലും വലിയ ഒരു നാണക്കേട് എനിക്കുണ്ടോ? അപ്പോൾ അല്ലാഹു തആല അദ്ദേഹത്തോട് പറയും, ഞാൻ അവിശ്വാസികൾക്ക് സ്വർഗം നിരോധിച്ചിരിക്കുന്നു, അതായത് ഹറാമാക്കിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയും അല്ലാഹു, അല്ലയോ ഇബ്രാഹീം, നോക്കൂ, നിൻ്റെ കാൽപ്പിന് കീഴിൽ എന്താണ് എന്ന് നോക്കൂ. അപ്പോൾ അദ്ദേഹം താഴേക്ക് നോക്കും. അപ്പോൾ ഒരു ദീഹ്, അതായത് ചെന്നായ, രക്തം പുരണ്ട ഒരു ചെന്നായ, അപ്പോൾ എന്തിനൊക്കെ കൊന്നിട്ട് തിന്നിട്ടൊക്കെ വന്നിരിക്കുന്ന പോലത്തെ രക്തം പുരണ്ട ഒരു ചെന്നായയായിട്ട് അദ്ദേഹം കാണും. അതായത് ആസർ എന്ന് പറയുന്ന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പിതാവിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ കാലെ പിടിച്ച് വലിച്ച് നരകത്തിലേക്ക് എറിയും. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പിതാവിനെ ആ മനുഷ്യരൂപത്തിൽ കാണുമ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഒരു ബുദ്ധിമുട്ടുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെ ചെന്നായയുടെ രൂപത്തിൽ ആക്കി മാറ്റി കഴിയുമ്പോൾ അദ്ദേഹത്തിന് അല്പം ആശ്വാസം ഉണ്ടാവും, അതായത് കുഴപ്പമില്ല, അവിടെ നിന്ന് അദ്ദേഹം തിരിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ആ മൃഗത്തിനെയാണ് നരകത്തിലേക്ക് എറിയുന്നത്. അയാളുടെ മുസ്ലിമായ മകൻ്റെ ശുപാർശ പോലും അന്ന് ഒരു വിലയും ഉണ്ടാവുകയില്ല, കാരണം അവൻ അക്രമി ആയിരുന്നു. അപ്പോൾ ഇബ്രാഹീം അദ്ദേഹത്തിൻ്റെ പിതാവിനെ കൈയൊഴിയും, അതായത് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് പതുക്കെ അവിടുന്ന് വലിയും. അതേ ഉള്ളൂ എല്ലാവർക്കും. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ കാര്യം അതാണ്, ഇവൻ നമ്മുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال يلقى إبراهيم أباه آزر يوم القيامة وعلى وجه آزر قاطرة وغبرة فيقول له إبراهيم ألم أقل لك لا تعصني فيقول أبوه فاليوم لا أعصيك فيقول إبراهيم يا رب إنك وعدتني ألا تخزني يوم يبعثون فأي خزي أخزن من أبي الأبعد فيقول الله تعالى إني حرمت الجنة على الكافرين ثم يقال يا إبراهيم ما تحت رجليك فينظر فإذا هو بذيح ملتطخ فيؤخذ يقوائمه فيلقى في النار. ഇതിൽ ഒരു കാര്യം കൂടെ നോക്കേണ്ടത്, നമുക്ക് ചെയ്യാവുന്നൊരു ദുആയാണത്. ഇബ്രാഹിം അലൈഹി സ്വലാം ജീവിതകാലത്ത് ചെയ്തിട്ടുണ്ടാവും. കാരണം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, റബ്ബേ, നീ എനിക്ക് വാഗ്ദാനം തന്നതല്ലേ, അല്ലാ തുഹ്സിനി യൗമ യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എന്നെ നീ നാണം കെടുത്തില്ല എന്ന്. അപ്പോൾ നമുക്കും വേണമെങ്കിൽ അങ്ങനെ ദുആ ചെയ്യാം, റബ്ബി ലാ തുഹ്സിനി യൗമ യുബ്അസൂൻ, റബ്ബേ, ഉയർത്തെഴുന്നേൽപ്പ് ദിവസം എന്നെ നീ നാണം കെടുത്തരുതേ. അപ്പോൾ അത് നമ്മുടെ മക്കൾ, ഭാര്യ
വാപ്പ ഉമ്മ ഒക്കെ ഇതിൽപ്പെട്ട് പോകാതിരിക്കാൻ പറ്റുന്ന ഒരു ദുആയാണ്. അതായത് എൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ ഒഴിവാക്കി തരണേ എന്ന് പറയുന്ന ഒരു ദുആയാണ് റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. പഠിച്ചിരുന്നാൽ നല്ലതാണ്, മലയാളത്തിലായാലും മതി, അറബി തന്നെ പറയണമെന്ന് നിയമമൊന്നുമില്ല. അള്ളാഹുവിന് എല്ലാ ഭാഷയും അറിയാം, കാരണം ഇതെല്ലാം ഉണ്ടാക്കിയത് അള്ളാഹുവാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ പ്രവേശിച്ചു. അവിടെ അപ്പോൾ അദ്ദേഹം ഇബ്രാഹിമിൻ്റെയും മറിയമിൻ്റെയും പടങ്ങൾ കണ്ടു. അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഖുറൈശികൾക്ക് എന്തു പറ്റി? അവർക്കറിയാവുന്നതല്ലേ മലക്കുകൾ പ്രവേശിക്കില്ല എന്ന് പടങ്ങളുള്ള സ്ഥലത്ത്. എന്നിട്ടും അവർ ഇബ്രാഹിമിൻ്റെ ഒരു പടം ഇവിടെ വച്ചിരിക്കുന്നു. ആ പടത്തിൽ എന്തിനാണ് അദ്ദേഹം അമ്പുകൾ ഉപയോഗിച്ച് ദൈവവിധി കണ്ടുപിടിക്കുന്നത്? അതായത് അന്ന് കാലത്ത് ഉണ്ടായിരുന്ന ഒരു രീതിയാണ് അമ്പ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ഇബ്രാഹിം അലൈഹി സ്വലാം അമ്പ് ചെയ്യുന്നതായിട്ട് എന്തോ കാണിക്കുന്നു. അപ്പോൾ അതായത് അവർക്ക് അവരുടെ മതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു നാട്ടുനടപ്പ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതാണ്. നബിയുടെ പേരിൽ അങ്ങനെ ഒരു സംഭവം പറഞ്ഞുണ്ടാക്കും. അത് കഴിയുമ്പോൾ അത് ഹലാലായി. കാനായിലെ കല്യാണത്തിന് യേശു ക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയതുകൊണ്ട് വാറ്റ് ഹലാലാണ്. അവർക്ക് ബാർ ലൈസൻസ് ഹലാലാണ്. ഡിസ്റ്റിലറി ഉണ്ടാക്കാം, കള്ള് ഉണ്ടാക്കാം, വിൽക്കാം, കുടിക്കാം, ഒരു കുഴപ്പമില്ല. കാരണം അവരുടെ ദൈവത്തിൻ്റെയോ അതല്ലെങ്കിൽ അവരുടെ പ്രവാചകൻ്റെയോ പേരിൽ അതങ്ങ് പറഞ്ഞുണ്ടാക്കി. യഹൂദന്മാരെ ക്രിസ്ത്യാനികളുടെ ഒരു സ്വഭാവമായിരുന്നു അത് കൂടുതലായിട്ടും. അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ നബി അത് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങ് പറഞ്ഞുണ്ടാക്കും. അത് കഴിയുമ്പോൾ അത് ഹലാലായി, അല്ലെങ്കിൽ ആ മതനിയമായി. അപ്പോൾ അതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാം അമ്പ് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതാണ് ആ പടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കണ്ടാൽ അത് ഇബ്രാഹിം അലൈഹി സ്വലാമാണെന്ന് മനസ്സിലാവുമായിരുന്നു, മറിയം അലൈഹി സ്വലാമിനെയും കണ്ടാൽ മനസ്സിലാവുമായിരുന്നു എന്നാണ് തോന്നുന്നത്. ആ കാലത്ത് അങ്ങനെ ഒരു പടം ഉണ്ടായിരുന്നു. عن ابن عباس رضي الله عنهما قال دخل النبي صلى الله عليه وسلم البيت وجد فيه سورة إبراهيم وسورة مريم فقال صلى الله عليه وسلم أما لهم فقد سمعوا أن الملائكة لا تدخل بيتا فيه سورة هذا إبراهيم مصور فما له يستقسم. പണ്ട് കാലത്ത് അമ്പ ഇതായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. അത് തെറ്റായ രീതിയാണ്. ചിലപ്പോൾ അതിന് മുമ്പ് വേറെ ശരിയായതുണ്ടായിരുന്നിരിക്കും, കാലക്രമേണ കാലഹരണപ്പെട്ടു പോയതായിരിക്കും. നമ്മൾക്ക് അതിന് പകരം തന്നിരിക്കുന്നത് സലാത്തുൽ ഇസ്തിഖാറയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണം, വലിയൊരു തീരുമാനം. ഇപ്പോൾ ജോലി മാറണോ വേണ്ടയോ, അതല്ലെങ്കിൽ കല്യാണം കഴിക്കുമ്പോൾ ഈ പെൺകുട്ടി തന്നെയാണോ എനിക്ക് ചേർന്നത്, അല്ലെങ്കിൽ ഈ ആൺകുട്ടിയാണോ എനിക്ക് ചേർന്നത്, ഈ കല്യാണമായിട്ട് മുമ്പോട്ട് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോൾ വാപ്പാക്കോ ഉമ്മാക്കോ അല്ലെങ്കിൽ പെൺകുട്ടിക്കോ ചെറുക്കനോ പയ്യനോ ഒക്കെ നിസ്കരിക്കാവുന്നതാണ് സലാത്തുൽ ഇസ്തിഖാറ. എന്നിട്ട് ദുആ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അത് നടത്താതെ അള്ളാഹു മാറ്റിവിടും. അത് വേണ്ടാത്തതാണെങ്കിൽ, അത് വേണ്ടതാണെങ്കിൽ നടത്തിത്തരും. ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെ നടത്തി കഴിഞ്ഞാലും അതിലെ പ്രശ്നങ്ങൾ മാറ്റിത്തരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത സലാത്തുൽ ഇസ്തിഖാറയുടെ. അതുപോലെ ഇനിയിപ്പോൾ ഗൾഫിൽ പോകണോ, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി സെറ്റിലാവണോ, അല്ലെങ്കിൽ യൂറോപ്പിൽ പോയി സ്ഥിരമായി മാറണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ സലാത്തുൽ ഇസ്തിഖാറയ്ക്ക് ശേഷം ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒന്നല്ലെങ്കിൽ പോകണമെന്ന് തോന്നും, അല്ലെങ്കിൽ പോകണ്ടെന്ന് തോന്നും. പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അള്ളാഹു നോക്കിക്കോളും. പോയില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് കഷ്ടമൊന്നുമില്ല. അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മതം കയ്യിൽ നിന്ന് വിട്ടു പോവുമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. അതിനെയാണ് സലാത്തുൽ ഇസ്തിഖാറ. പണ്ട് ഉള്ള സമുദായങ്ങൾക്ക് അതില്ലായിരുന്നു. അവർ അമ്പ ചെയ്യും. എന്നിട്ട് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് അവർ തീരുമാനം എടുക്കുമായിരുന്നു. നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്ക് മുമ്പ് ടോസ് ചെയ്യുന്ന പരിപാടി, അതായത് തല വേണോ മണ വേണോ എന്ന് ചോദിച്ചിട്ടുള്ള പരിപാടി, അതുപോലത്തെ ഒരു പരിപാടിയാണ് അമ്പെയ്ത്ത് എന്ന് പറയുന്നത്. നറുക്കെടുപ്പ് എന്നൊക്കെ പറയാവുന്നത്. അതെല്ലാം നമുക്ക് ഹറാമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് സ്വലാത്തുൽ ഇസ്തിഖാറയാണ് വേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ പടങ്ങൾ കണ്ടപ്പോൾ അതിനുള്ളിലേക്ക് അദ്ദേഹം കയറിയില്ല, അത് മായ്ച്ചു കളയുന്നത് വരെ. അപ്പോൾ അതായത് കഅബയുടെ ഉള്ളിൽ ഭിത്തിയിൽ പടം വരച്ചു വെച്ചിരിക്കുകയായിരുന്നു, പേപ്പറിൽ തൂക്കിയിട്ടിരിക്കുകയല്ലായിരുന്നു, ഭിത്തിയിൽ വരച്ച്. അത് മായ്ച്ചു കളയുന്നത് വരെ അദ്ദേഹം അതിനകത്ത് കയറിയില്ല. അദ്ദേഹം ഇബ്രാഹീമിൻ്റെയും ഇസ്മായിലിൻ്റെയും അലൈഹിസ്സലാത്തുമാ പടം കണ്ടു. അവർ അസ്ലം ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. അതായത് ദൈവീക വിധി എന്താണെന്ന് അറിയാൻ വേണ്ടി അമ്പ ചെയ്യുന്നതായിട്ട്, അമ്പം പിടിച്ചു നിൽക്കുന്നു. അള്ളാഹു അവരെ ശപിക്കട്ടെ, അതായത് ഖുറൈശികളെ. അള്ളാഹുവാണ് ഇബ്രാഹീമോ ഇസ്മായിലോ ഈ അമ്പുകൊണ്ട് ദൈവവിധി കണ്ടുപിടിച്ചിട്ടില്ല. അവർ ജന്മത്ത് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. അപ്പോൾ അവർക്കും സലാത്തുൽ ഇസ്തിഖാറയോ അല്ലെങ്കിൽ അതിന് സമാനമായ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കും. അത് കാലക്രമേണ കയ്യിൽ നിന്ന് പോയതായിരിക്കും. അപ്പോൾ റസൂൽ തന്നെ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്, ഇവർ രണ്ടുപേരും ഈ പരിപാടി ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു പടം വരച്ചു വയ്ക്കാൻ പാടില്ലായിരുന്നു. പിന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കണ്ടാൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ പോലെ തന്നെയായിരുന്നു ഇരുന്നത് എന്നാണ് പറയുന്നത്. രണ്ടുപേരും ഒരേ രൂപം, തോളിൻ്റെ വലിപ്പം, താടി, മുഖം, നിറം, പൊക്കം, വണ്ണം എല്ലാം ഒത്ത് കറക്റ്റ് അതുപോലെ കോപ്പി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ വാപ്പ ഇബ്രാഹിമിനെ പോലെയാണ്. എന്നോട് ഏറ്റവും രൂപസാദൃശ്യമുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്
ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശരീരപ്രകൃതിയിൽ റസൂലിനോട് രൂപസാദൃശ്യമുണ്ടായിരുന്ന ഒരാളായിരുന്നു അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ ഒളിച്ചാണ് പോയത്. അപ്പോൾ റസൂലിൻ്റെ കിടക്കുന്ന സ്ഥലത്ത് അലി റളിയല്ലാഹു അൻഹു പുതച്ചു മൂടി തലയൊക്കെ മൂടിയിട്ടിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ആ നീളവും വീതിയൊക്കെ ഒക്കും. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്തത്. അപ്പോൾ റസൂലുമായി ശാരീരിക സാദൃശ്യം ഉള്ള ഒരാളായിരുന്നു അലി റളിയല്ലാഹു. ഇതൊക്കെയാണ് ഒരു രൂപസാദൃശ്യം. അല്ലെ ഇബ്രാഹിം നബിയുടെ ഫോട്ടോ കണ്ട തിരിച്ചറിയുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് കാരണം. റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ വാപ്പ ഇബ്രാഹിമിനെ പോലെ ഇരിക്കുന്നതെന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ റഅ സൂറ ഫിൽ ബൈത്തി ലം യദ്ഖുൽ ഹത്താ അമറ ബിഹാ ഫമുഹിയത് വറഅ ഇബ്രാഹിമ വഇസ്മാഈല അലൈഹിമ അസ്സലാമു ബിഐദിഹിമാ അൽ അസ്ലാമു ഫഖാല ഖാതലഹുമുല്ലാഹ് വല്ലാഹി ഇനിസ്തഖ്സമ ബിൽ അസ്ലാമി ഖത്തു. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.